ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LDCയിൽ എക്സാം ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം. ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വന്ന മേഖലയിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ എന്തായാലും നമുക്കത് നോക്കാം. 2022 ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിന് വേദിയായിട്ടുള്ള സ്റ്റേഡിയം ഏതാണ്? ലൂസൈൽ സ്റ്റേഡിയം ആണ് അല്ലെ. 2022 ഫുട്ബോൾ ലോകകപ്പിന് ഫൈനലിന് വേദിയായിട്ടുള്ള സ്റ്റേഡിയം ലൂസൈൽ സ്റ്റേഡിയം ആണ്. മൃഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യ പുറത്തിറക്കിയ ആദ്യത്തെ കോവിഡ് വാക്സിൻ ആണിത്, അനോക്കോവാക്സ്. മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ പുറത്തിറക്കിയ ആദ്യത്തെ കോവിഡ് വാക്സിൻ ആണിത്, അനോക്കോവാക്സ്. മലപ്പുറം താനൂരിൽ ഉണ്ടായ ബോട്ടപകടത്തെ പറ്റി അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതാണ്? VK മോഹനാണ്. മലപ്പുറം താനൂരിൽ ഉണ്ടായ ബോട്ടപകടത്തെ പറ്റി അന്വേഷണം നടത്തിയ കമ്മീഷൻ VK മോഹനൻ. ഇന്ത്യയിൽ ആദ്യമായി വാനര വസൂരി മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാനര വസൂരി മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തൃശ്ശൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി വാനര വസൂരി മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തൃശ്ശൂരാണ്. സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ കൺസെഷൻ ലഭിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി എത്രയാണ്? 27 വയസ്സാണ്. സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ കൺസെഷൻ ലഭിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി 27 വയസ്സാണ്. രാജ്യത്തെ ആദ്യ UPI ATM സ്ഥാപിച്ചത് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ആണ്. രാജ്യത്തെ ആദ്യത്തെ UPI ATM സ്ഥാപിച്ചത് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ബ്രൗസറുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 എല്ലാം എന്താണ്? ബ്രൗസറുകളാണ്. ബ്രേവ്, എഡ്ജ്, സഫാരി, ടോർ, വിവാൽഡി എല്ലാം തന്നെ എന്താണ്? ബ്രൗസറുകളാണ്. പോക്സോ ഭേദഗതി നിയമം നിലവിൽ വന്ന എപ്പോഴാണ്? 2019 ഓഗസ്റ്റ് മാസം 16 പോക്സോ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് മാസം 16 ചാറ്റ് GPT-യിലെ GPT എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ ആണ്. ചാറ്റ് GPT-യിലെ GPT എന്നാൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ ആണ്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ. രാജസ്ഥാൻ ജയ്പൂർ അത് എന്ത് മേഘാലയ ആണെങ്കിൽ ഷിലോങ് ആണ്. രാജസ്ഥാൻ ജയ്പൂർ ആണെങ്കിൽ മേഘാലയ ഷിലോങ് ആണ്. അതിന്റെ ക്യാപിറ്റൽ ആണ്. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ജയ്പൂർ ആണ്. മേഘാലയയുടെ അത് ഷിലോങ് ആണ്. അടുത്തത് കാഡ്മിയം സൾഫേറ്റ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താണ്? കാഡ്മിയം സൾഫേറ്റ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം മഞ്ഞയാണ്. കാഡ്മിയം സൾഫേറ്റ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം മഞ്ഞയാണ്. അലൂമിനിയത്തിന്റെ അയിര് എന്താണ്? ബോക്സൈറ്റ് ആണ്. PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അലൂമിനിയത്തിന്റെ അയിര് എന്താണ്? ബോക്സൈറ്റ് ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് ശരിയായി തിരഞ്ഞെടുക്കാനാണ്. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. ഇതൊരു ആ ക്വസ്റ്റ്യനിൽ വന്നതാണ്. ജലത്തിൽ ലയിക്കുന്നതാണ്, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. അതൊരു ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. അതുപോലെ പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനയാണ്. ഇതായിരുന്നു ശരിയായ പ്രസ്താവന. പീരിയഡിൽ ഇടത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അവിടെ പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു എന്നതാണ് ശരിയായിട്ടുണ്ടായിരുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? സിംഹവാലൻ കുരങ്ങാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി സിംഹവാലൻ കുരങ്ങാണ്. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിക്കൾച്ചർ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് നമ്മൾ എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം പാവൽ ഏതായിരുന്നു? താഴെ തന്നിരുന്നത് അത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുണ്ടായിരുന്നത് പ്രിയങ്കയാണ്. താഴെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം പാവൽ എന്ന് പറയുന്നത് പ്രിയങ്കയായിരുന്നു. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണിത് ജലദോഷം എന്ന് പറയുന്നത്. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണിത് ജലദോഷം. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണിത് ജലദോഷം. മസ്തിഷ്ക മരണം സംഭവിച്ചിട്ട് അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണിത് മൃതസഞ്ജീവനി. PSC വീണ്ടും റിപ്പീറ്റഡ് ആണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണിത് മൃതസഞ്ജീവനി. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണിത് ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരിയാണിത് ബാക്ടീരിയ. ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ജീവകം C ആണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. കശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീർ ആണ്. കശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തിയാണ് ഇത് ജഹാംഗീർ. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണിത് കുട്ടനാട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആരെയാണ്? അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിനെയാണ്.
കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണിത് ഇടമലക്കുടി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണിത് ഇടമലക്കുടി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഓക്കെ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് കണ്ടെത്തിയത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് കണ്ടെത്തിയതാണ് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് വി ടി ഭട്ടതിരിപ്പാടാണ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഫസ്റ്റ് ഫേസ് ചോദിച്ച ചോദ്യമാണ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുന്നില്ല, അല്ലാണ്ട് നമുക്ക് അവിടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ആൻസർ ഇല്ല, അതാണ് അതിന്റെ പ്രശ്നം. മീൻസ് ആൻസർ മാത്രമേ ഉള്ളൂ, മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല. അപ്പൊ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യത്തെ മലയാളിയാണ് ആര്? മിന്നുമണി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യത്തെ മലയാളിയാണ് മിന്നുമണി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതാണ് ആര്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ആര്? ബി ആർ അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ആര്? ബി ആർ അംബേദ്കർ. ഉപദ്വീപ് പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. ഉപദ്വീപ് പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികനാണ് ആര്? അഭിലാഷ് ടോമി. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികനാണ് ആര്? അഭിലാഷ് ടോമി. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിതയാണ് ആര്? ആനി ബസന്റ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിതയാണ് ആനി ബസന്റ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ടുള്ള അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പൊ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അപ്പോൾ ശരിയായിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ടുള്ള അന്നപൂർണയെ പറ്റിയുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആദ്യത്തതും 1ഉം 2ഉമാണ്. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനപ്പെടുന്നു. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. ബാലഗംഗാധരൻ തിലകൻ ആരംഭിച്ച പത്രമാണ് ഇത്? കേസരി. ബാലഗംഗാധരൻ തിലകൻ ആരംഭിച്ച പത്രമാണ് കേസരി. ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പള്ളികൾ എന്ന പേരിലാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനാണ് ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അത് പെരിയാറാണ്. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. അടുത്തത് ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്? ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം. ജീവൻ നിലനിൽക്കുന്നതുമായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം. ഒരു ഉപഗ്രഹം മാത്രമാണുള്ളത്, ചന്ദ്രൻ. ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് നീല നിറം തന്നെയാണ്. ജീവൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം. മുമ്പ് ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവനുണ്ടോ അറിയില്ല, പക്ഷെ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്. ഒരു ഉപഗ്രഹം മാത്രമാണ് ചന്ദ്രൻ, ഭൂമിക്കുള്ളത് ചന്ദ്രനാണ്. ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയല്ല. ഏറ്റവും ചൂടുള്ള ഗ്രഹം എന്തല്ല? ഭൂമിയല്ല. സോ ABC ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണിത്? ചെമ്പ്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930 ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എത്രയാണ്? 1930. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 19. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 19. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചോദിച്ചാൽ അത് ഹൈക്കോടതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കോടതി ചോദിച്ചാൽ അത് സുപ്രീം കോർട്ടാണ്. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വെച്ചാൽ 44ാം ഭേദഗതിയാണ്. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് 44ാം ഭേദഗതിയാണ്. അപ്പൊ ഇന്ത്യയിൽ മൗലിക അവകാശങ്ങൾ മീൻസ് ഭരണഘടന വരുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ 6 മൗലിക അവകാശങ്ങൾ മാത്രമാണ് ഉള്ളത്. നമ്മുടെ സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. പക്ഷെ 44ാം ഭേദഗതി 1978 പ്രകാരം അത് ഒരു നിയമ അവകാശമായി മാറുകയും അതൊരു നിയമ അവകാശമായി മാറി ആർട്ടിക്കിൾ 300A പുതുതായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് അതിനുണ്ടായിരുന്നത്.
അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ PYQൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വീണ്ടും തുടരും. അപ്പൊ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊന്ന് താഴത്തെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. ഇത് PDF വേണ്ടവർ ഞാൻ വീഡിയോന്റെ ആദ്യം കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി ഫ്രീ ആയിട്ടുള്ള PDF ലഭിക്കും. ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ് അവിടെ ലഭിക്കും. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക്